അപ്പൊ ടിവിയിലൊക്കെ ഈ പരസ്യങ്ങൾ കാണിക്കുന്നുണ്ടല്ലോ ഈ മരുന്നുകളുടെ. അത് കുറെ മേടിച്ച എണ്ണകളൊക്കെ മേടിച്ചത് തേച്ചു നോക്കുമ്പോൾ ഉള്ള മുടിയും കൂടി കൊഴിഞ്ഞു പോവുകയാണ്. കോലഞ്ചേരിയിലെ MOSC മെഡിക്കൽ കോളേജിലെ പ്രൊഫസറും കൺസൾട്ടന്റ് ഡെർമറ്റോളജിസ്റ്റുമായ ഡോക്ടർ ബെനാൻ സന്തോഷ്. സാർ, എനിക്ക് 48 വയസ്സായി. ഞാന് മുടി വല്ലാതെ കൊഴിയുന്നുണ്ട്. അപ്പൊ ടിവിയിലൊക്കെ ഈ പരസ്യങ്ങൾ കാണിക്കുന്നുണ്ടല്ലോ ഈ മരുന്നുകളുടെ. അത് കുറെ മേടിച്ച എണ്ണകളൊക്കെ മേടിച്ചത് തേച്ചു നോക്കുമ്പോൾ ഉള്ള മുടിയും കൂടി കൊഴിഞ്ഞു പോവുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ് അല്ലേ, പോക്കറ്റ് കാലിയായി. സാർ, മുടി കൊഴിയാതിരിക്കാം എഫക്റ്റീവ് അല്ല മരുന്നുണ്ട്. ഇത് അങ്ങനെ ഒരു മരുന്ന് ഇത് പല രീതിയിലാണ്. ഇപ്പൊ നമ്മള് ഈ ഇദ്ദേഹം പറഞ്ഞ പോലെ നമ്മൾ ധാത്രിയുടെ പരസ്യം കാണും, പല ഇതിന്റെ പരസ്യം കാണും. ഈ പരസ്യം മേടിച്ച് നമ്മൾ എണ്ണ തേക്കുന്നത് മാത്രമേ ഉള്ളൂ. പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മെഡിസിൻ ആയിട്ട് അവൈലബിൾ ആയിട്ട് പല മരുന്നുകളുണ്ട്. മിനോക്സിഡിൽ, ഫിനാസ്ട്രൈഡ് എന്നൊക്കെ പറഞ്ഞ് പല മരുന്നുകളുണ്ട്. ഈ മരുന്നുകൾ നമ്മുടെ തലയോട്ടിയുടെ അവിടെ ഈ വേരുകളിലേക്ക് പോകണമെങ്കിൽ അതിനൊരു വെഹിക്കിൾ ഉണ്ട്, ഒരു വണ്ടിയുണ്ട്. ആ വണ്ടി വഴിയാണ് നമുക്ക് ഇതിന്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റുള്ളൂ. പക്ഷേ ഈ എണ്ണകളെ സംബന്ധിച്ചിടത്തോളം ഈ എണ്ണകൾക്ക് അങ്ങനെ ഒരു വെഹിക്കിൾ ഇല്ല. എന്നാൽ ഈ എണ്ണയ്ക്ക് ഒരിക്കലും ഇവർ പറയുന്നത് പോലെ ഈ വേരിൽ ചെന്ന് ഈ വേരിനെ ശരിയാക്കാനുള്ള ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഈ എണ്ണ നമ്മൾ ഒരുപാട് ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു മാത്രം. എന്നാലും പലതരം മരുന്നുകൾ അവൈലബിൾ ആണ്. ഇദ്ദേഹം ചോദിച്ച പോലെ മിനോക്സിഡിലുണ്ട്, ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്.